കൂട്ടക്കുരുതിയിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ നാട്. 23 വയസ്സുള്ള ഒരാൾ കൊലപ്പെടുത്തിയത് ബന്ധുക്കളായ 5 പേരെയാണ്. സംഭവം തിരുവനന്തപുരം വെഞ്ഞാറമൂടിന് സമീപം പേരുമലയിലാണ്. ക്രൂരകൃത്യം നടത്തിയ അഫാൻ എലിവിഷം കഴിച്ചുവെന്ന സംശയത്തിൽ അയാൾ ചികിത്സയിൽ തുടർന്നു. മെഡിക്കൽ കോളേജിൽ പ്രതിയുടെ മാതാവ് ഷെമി ഗുരുതര പരിക്കുകളുമായി ചികിത്സയിലാണ്. പ്രതി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത് 6 പേരെ കൊലപ്പെടുത്തി എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിന് ശേഷമാണ്. അത് പോലീസിന് തന്നെ അവിശ്വസനീയമായിരുന്നു. നമ്മൾ ഷഫീദ് റാവുത്തറിലേക്കാണ് പോകുന്നത്. ഷഫീദിന്റെ ഒപ്പം ആരോ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ പ്രതി കൊലപ്പെടുത്തിയ പെൺകുട്ടിയെ പറ്റി എന്തൊക്കെയോ ചില വിവരങ്ങൾ നൽകാൻ കഴിയുന്ന ആളാണ് ഷഫീദിനൊപ്പമുള്ളത്, അല്ലേ? ഈ ഫർസാന PG വിദ്യാർത്ഥിയാണ് എന്നുള്ളതാണ് നമ്മളുടെ പോലീസിൽ നിന്ന് ലഭിച്ചൊരു വിവരം. PG വിദ്യാർത്ഥിയായിരുന്നു അല്ലേ ഫർസാന? പഠിക്കുന്നു. ഈ ആയൂർ ആ മേഖലയിലുള്ള ഏതോ കോളേജിലാണ് പഠിക്കുന്നതെന്നാണ് എനിക്കും കിട്ടിയ വിവരം. അവരുടെ മാതാപിതാക്കളൊക്കെയോ വീട്ടിലുണ്ടോ? മാതാപിതാക്കളൊക്കെ വീട്ടിലുണ്ട്. വിവരം അറിഞ്ഞിട്ടുണ്ടോ? അവരിപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞു. ഇപ്പോൾ എത്ര ദിവസമായി പെൺകുട്ടി, നമ്മൾ പറഞ്ഞത് പോലീസിൽ നിന്ന് ലഭിച്ച വിവരം അനുസരിച്ച് 3 ദിവസമായി പെൺകുട്ടി ഈ അഫാൻ എന്ന് പറയപ്പെടുന്ന ആളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അല്ലല്ല, അത് തെറ്റാണ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്ന് 3 മണിക്കും ആ കുട്ടി ട്യൂഷന് അവിടെ നിന്ന് പോയി എന്നുള്ളതാണ്. ഇന്ന് ട്യൂഷന് ശേഷമാണ് ആ വീട്ടിലേക്ക് പോകുന്നു പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പോയത്. അപ്പം ഈ നമ്മൾ ഐഡന്റിഫൈ ചെയ്തായിരുന്നോ കുട്ടിയെ? ഞാനിപ്പോൾ കയറി കണ്ടു. അടുത്ത ബന്ധുക്കൾ ഐഡന്റിഫൈ ചെയ്തു. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുത്തിട്ട് ബാക്കി നടപടിക്രമങ്ങളിലോട്ട് പോകും. ഇപ്പോൾ വാർഡും ചേട്ടൻ അയൽവാസിയാണോ അതോ ബന്ധുവാണോ? തൊട്ടടുത്ത വീടാണ്. പെൺകുട്ടി സാധാരണ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടിരുന്നു? നോർമലാണ്. നമ്മളുമായിട്ടൊക്കെ വളരെ അടുപ്പമാണ്. വളരെ റെസ്പെക്ട് ചെയ്യുന്ന കുട്ടിയാണ്. വളരെ ഒതുക്കത്തോടുകൂടി പോകുന്ന കുട്ടിയാണ്. പയ്യനുമായിട്ട് മനസ്സിലായിട്ട് അടുപ്പം ഉണ്ടാവാം. ഒരു ബോയ് ഫ്രണ്ട് എന്ന നിലയിൽ ഇങ്ങനെ ആയിരിക്കാം. പക്ഷെ ഇന്നാണ് ഇങ്ങനെ ഒരു അടുപ്പമുണ്ടെന്ന് പോലും നമ്മൾ അറിയുന്നത്. രാവിലെ വലുത് പെൺകുട്ടിയെ കണ്ടിരുന്നോ? 3:30 മണിക്കാണ് രാവിലെ ചേട്ടൻ കണ്ടിരുന്നോ? വീടിൻ്റെ പരിസരം ഇന്ന് കണ്ടിട്ടില്ല. കോളേജിൽ പഠിക്കുകയായിരുന്നു അല്ലേ? പഠിക്കുകയാണ്. PG വിദ്യാർത്ഥിയാണ്. ഒരു ബ്രദറേ ഉള്ളൂ. ഇപ്പം നമ്മൾ നാട് പേരുമല ഇങ്ങനെ ഒരു വെട്ട് നടന്നു എന്നുള്ളത് ഈ ടൈമിന് തന്നെ നമ്മൾ അറിഞ്ഞു. പേരുമല ഇങ്ങനെ ഒരു വെട്ട് നടന്നു, പലരെയും വെട്ടി. അപ്പോൾ എന്താണ് കിംവദാന്തി എന്നുള്ള അറിയാത്ത കൊണ്ട് ഞങ്ങൾ പലരെയും വിളിച്ചപ്പം കുട്ടി ഇതാണെന്ന് നമുക്ക് അപ്പോഴറിയില്ല. SM പുരത്തുള്ള കുട്ടി എന്നാണ് പെൺകുട്ടിയെ, പെൺ സുഹൃത്തായിരുന്നു, ചുള്ളാളമുള്ളതാണ് എന്നാണ് പറഞ്ഞത്. പിന്നീടാണ് നമ്മളൊരു സുഹൃത്ത് വിളിച്ചിട്ട് ഇന്നാര മകളാണോ എന്നൊരു ഡൗട്ടുണ്ട് എന്ന് തിരക്കെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മൾ തിരക്കി കൺഫേം ചെയ്തു. അപ്പോൾ ഈ വീട്ടിലൊക്കെ കയറിയവരെ രക്ഷാപ്രവർത്തനം ഇടപെട്ട സുഹൃത്തുക്കളെല്ലാം നമ്മുടെ പയ്യന്മാരാണ്. പേരുമല മാഹീൻ എന്നൊക്കെ പറയുന്ന സുഹൃത്തുക്കളും അതിന് വേണ്ടുന്ന അവരെ സുഹൃത്തുക്കളെ വീടുകളൊക്കെ ചവിട്ടി പൊളിച്ച് കയറിയപ്പോഴാണ് മുല്ലത്തലയിൽ ഈ കുട്ടിയും താഴെ തള്ളയും അനുജനൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഫർസാനയുടെ വീടിൻ്റെ അയൽവക്കത്ത് താമസിക്കുന്ന അയൽവാസിയാണ്. ഇവരിപ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് വന്നതാണ്. വിജയകുമാർ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു വിവരം ഏതാണ്ട് ഒരു സ്കൂൾ ടൈമിൽ തൊട്ട് തന്നെ, അതായത് ഇവർ ഒരുമിച്ച് പഠിച്ചവരാണ് എന്ന തരത്തിലേക്കുള്ളൊരു വിവരമുണ്ട്. അങ്ങനെ ഒരു വിവരം കൂടി നമുക്കിതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ ഈ സമയത്ത് പറയേണ്ടതല്ല. പക്ഷേ എങ്കിൽ കൂടി ഈ അഫാനും ഫർസാനയും തമ്മിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അവർ തമ്മിൽ പരിചയമുണ്ട്. അവർ സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട്. കാരണം അവരോടൊപ്പം സ്കൂളിൽ പഠിച്ചൊരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുമായി നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ സ്കൂൾ ടൈം തൊട്ടേ ഇവർ അടുപ്പത്തിലായിരുന്നു. ആ മാനസിക അടുപ്പം അത് ഒരു പക്ഷേ ഇപ്പോൾ പോലീസ് പ്രാഥമികമായി ധരിക്കുന്നത് ഈ പ്രണയം വീട്ടിൽ അംഗീകരിക്കാത്തതിൻ്റെ പകയടക്കം ഇതിനകത്ത് കാരണമായിട്ടുണ്ടാകാം എന്നുള്ളൊരു വിലയിരുത്തൽ തിരുവനന്തപുരം റൂറൽ SPക്കും ആറ്റിങ്ങൽ DYSPക്കും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തണം. നിലവിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഗോകുലം മെഡിക്കൽ കോളേജിൽ 2 മൃതദേഹങ്ങളാണുള്ളത്. അതിലൊന്ന് അഫാൻ്റെ സഹോദരൻ്റേതാണ്, 9ാം ക്ലാസ്സുകാരൻ. മറ്റൊന്ന് ആ പെൺകുട്ടി അഫാൻ മുക്കന്നൂരിലെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്ന, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ ഇപ്പോൾ പ്രാഥമികമായി ഇവർ പങ്കുവച്ചൊരു വിവരമനുസരിച്ച് ആയൂർ ഭാഗത്ത്, അത് MC റോഡിലാണ്, ആയൂർ ഭാഗത്തൊരു കോളേജിലെ PG വിദ്യാർത്ഥിയാണ് ഫർസാന എന്നുള്ളതാണ്. അവർ നേരത്തെ വെഞ്ഞാറമൂട് സ്കൂളിൽ അഫാനൊക്കെ ഒരുമിച്ച് പഠിച്ചിരുന്നു എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് അവർ പറഞ്ഞത് ട്യൂഷന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ ട്യൂഷന് പോകാൻ വേണ്ടി ഇറങ്ങിയ ശേഷം ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് ട്യൂഷന് പോകാൻ വേണ്ടി മുക്കന്നൂരിലെ വീട്ടിൽ നിന്ന് ഫർസാന ഇറങ്ങുന്നത്. അങ്ങനെ ഒരു പക്ഷേ അഫാനോടൊപ്പം പേരുമലയിലെ വീട്ടിലേക്ക് പോയതാകാം എന്നുള്ളതാണ് നമുക്ക് കരുതുന്ന കാര്യം. ഏതായാലും ഇതേ ആശുപത്രിയിൽ തന്നെ അഫാൻ്റെ മാതാവുണ്ട്. ഷെമി എന്നാണ് അവരുടെ പേര്. അവരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. സിവിയർ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ എന്നാണ് നമുക്ക് ഗോകുലം ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിനോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ വിവരം. ഏതായാലും വലിയ ആൾക്കൂട്ടം ഇവിടെയുമുണ്ട്. ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ അകലെയാണ് പേരുമല എന്ന് പറയപ്പെടുന്ന സ്ഥലമുള്ളത്. അവിടെ കാണുന്ന അത്രയും ആൾക്കൂട്ടം ഒരു പക്ഷേ ഇവിടെയുമുണ്ട്. ഇവിടേക്ക് ഫർസാനയുടെ കൂടുതൽ ബന്ധുക്കളൊക്കെ എത്തിവരികയാണ്. നേരത്തെ അവിടെ സംസാരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് അംഗമൊക്കെ നമ്മളോട്
പറഞ്ഞതുപോലെ തന്നെ തലയ്ക്ക് അടിയേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. അത് ഈ സഹോദരൻ്റെ തലയിലും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഫർസാനയുടെ നെറ്റിയിലും ഉണ്ടായിരുന്നു. മറ്റെന്തെങ്കിലും ആയുധമൊക്കെ ഉപയോഗിച്ചു, നിലവിൽ ഇപ്പോൾ ഹാമർ ചുറ്റുക എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. മറ്റെന്തെങ്കിലും ആയുധം ഉപയോഗിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിശദമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഏതായാലും തിരുവനന്തപുരം റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ വളരെ വിപുലമായിട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. സൗത്ത് സോൺ DIG ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി വിവരശേഖരണം നടത്തിയിട്ടുണ്ട്. 5 കൊലപാതകമാണ് വെഞ്ഞാറമൂടിനെ, തിരുവനന്തപുരത്തിനെ അതല്ലെങ്കിൽ കേരളത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് 23 വയസ്സുകാരൻ ചെയ്തത്. അയാളുടെ മാതാവ് അതീവ ഗുരുതര ആരോഗ്യ സാഹചര്യത്തിൽ ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. വെന്റിലേറ്ററിലാണ് അവർ എന്നുള്ളതാണ് നമുക്കിപ്പോൾ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വിജയകുമാർ.